ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഫിറ്റ്നസ് ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റിയെ പറ്റിയാണ് സംസാരിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഫീൽഡിൻ്റെ സ്കോപ്പിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ ഫീൽഡിൽ ഇത്ര അധികം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഫീൽഡ് ഇത്ര വളരാൻ കാരണം എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത്. സോ എൻ്റെ പേര് ബാഹിർ ആൻഡ് വെൽക്കം ടു എൻട്രി ഹെൽത്ത് കെയർ ജോബ്സ്. ഇപ്പോഴത്തെ കാലത്ത് ആർക്കും വർക്കൗട്ട് ചെയ്യാനോ ഡയറ്റ് ഫോളോ ചെയ്യാനോ ഒന്നിനും സമയമില്ല. എല്ലാവരും 9 to 5 ജോബിൻ്റെ പിന്നാലെയാണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ അവർ ഒബേസിറ്റി, ഹാർട്ട് അറ്റാക്ക്, അതേപോലെ വേരിയസ് കൈൻഡ് ഓഫ് ഡിസീസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒരു ഡോക്ടർ അവർ കാണുമ്പോൾ ആ ഡോക്ടർ ആദ്യം പ്രിസ്ക്രൈബ് ചെയ്യാൻ എന്താ, നിങ്ങൾ പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യുക, അതുപോലെ എക്സസൈസ് ഡെയിലി ചെയ്യാൻ നോക്കുക. സോ ഇതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി അവിടെ വരുന്നതും, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ജിമ്മുകളും ന്യൂട്രീഷനിസ്റ്റും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മുടെ നാട്ടിൽ ഇത്രയും ആൾക്കാരുണ്ട്, ലൈക്ക് ഇത്രയും വലിയ പോപ്പുലേഷനുള്ളൊരു കൺട്രിയാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരെയും നമുക്ക് ട്രെയിൻ ചെയ്യാനും പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് കൊടുക്കാനും പ്രോപ്പറായിട്ടുള്ളൊരു സർട്ടിഫൈഡ് ട്രെയിനർ അല്ലെങ്കിൽ ഡയറ്റീഷ്യൻസിന് നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഇപ്പോഴത്തെ കാലത്ത് എല്ലാ ജിമ്മ് അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ ആരും പ്രോപ്പറായിട്ട് സർട്ടിഫൈഡ് അല്ല. എല്ലാവരും ഒരു യൂട്യൂബ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോസ് കണ്ടിട്ടൊക്കെയാണ് ഞാനൊരു ഡയറ്റീഷ്യനാണ് അല്ലെങ്കിൽ ഞാനൊരു ട്രെയിനറാണെന്ന് പറഞ്ഞിട്ടൊരു ജിമ്മിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ കാലത്ത് ഒരാൾ ജിമ്മിൽ പോകുമ്പോൾ രണ്ടാമത്തെ ദിവസം ആൾ ജിമ്മിൽ പോകത്തില്ല. കാരണം എന്താ, ആൾക്ക് പ്രോപ്പറായിട്ടുള്ള മോട്ടിവേഷൻ അല്ലെങ്കിൽ ആൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആ ജിമ്മിൽ കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു പ്രോപ്പറായിട്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് അവിടെ ട്രെയിനർ എന്നെങ്കിൽ ആളെ കറക്റ്റായിട്ട് മോട്ടിവേറ്റ് ചെയ്യുകയും അതുപോലെ ആൾക്ക് പ്രോപ്പറായിട്ട് ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. സോ ആൾക്ക് നെക്സ്റ്റ് ഡേ വരാൻ ആ ജിമ്മിലേക്ക് വരാനുള്ള ടെൻഡൻസി കൂടുകയും ചെയ്യും. ഇപ്പോഴത്തെ കാലത്ത് ആ സംഭവം ഇല്ല, മനസ്സിലായില്ലേ. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി വളരാൻ കാരണം. ഒരു ആളെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് ഡയറ്റ് കൊടുക്കാനും അതുപോലെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് ആളെ ജിമ്മിലേക്ക് കൊണ്ടുവരാനും നമുക്ക് ട്രെയിനർ ആവശ്യമുണ്ട്, പ്രോപ്പറായിട്ടുള്ള ട്രെയിനേഴ്സിന് ആവശ്യമുണ്ട്. ആൻഡ് നമ്മളിതിൽ എന്തൊക്കെയാണ് ഇവർക്ക് വർക്ക് വരിക എന്നുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു നമുക്ക്. അതുപോലെ തന്നെ എന്തൊക്കെയായിരിക്കും ഈ ഫിറ്റ്നസ് ട്രെയിനറിൻ്റെ ജോബ് വരിക. ഒരാൾ ജിമ്മിലേക്ക് വരുമ്പോൾ ആളുടെ ഹെൽത്ത് കണ്ടീഷൻ അതേപോലെ ആളുടെ പ്രായം എല്ലാം നോക്കിയിട്ട് കറക്റ്റായിട്ട് ആൾക്കൊരു എക്സസൈസ് അതുപോലെ തന്നെ ന്യൂട്രീഷൻ പ്ലാൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ നെക്സ്റ്റ് ഡേ ആൾക്ക് ഈ ജിമ്മിലേക്ക് വരാൻ വേണ്ടി ആളെ മോട്ടിവേറ്റ് ചെയ്ത് ആളെ മോൾഡ് ചെയ്ത് ആളുടെ ലൈഫ് സ്റ്റൈൽ ഫുള്ളി മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഫിറ്റ്നസ് ട്രെയിനറിൻ്റെ ജോലി. ഇപ്പോൾ നിങ്ങൾ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ഒരു ഫിറ്റ്നസ് ട്രെയിനർ എന്ന് പറയുന്നത് വെറുതെ നമ്മൾ കൂടെ നിന്ന് വർക്കൗട്ട് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, ഓരോ വർക്കൗട്ട് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് സ്ട്രെച്ചിങ് ആവശ്യമുണ്ട്, സ്വെല്ലിങ് വരും. അപ്പോൾ ആ രീതിയിലൊക്കെ ഒരാൾ വരുമ്പോൾ പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു സർട്ടിഫൈഡ് ട്രെയിനർ അല്ലെങ്കിൽ അയാൾക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു കോഴ്സ് എടുത്ത് നല്ല രീതിയിൽ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്തായാലും എടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു ക്ലയൻറ്റിനെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് നിങ്ങൾക്ക് ഈ ഫീൽഡ് നല്ല രീതിയിൽ വളരാനാണെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ത്രൂ ബ്രാൻഡിങ്ങും ചെയ്യാം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സ് പൈസ വാങ്ങുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പൈസ വാങ്ങുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഫിറ്റ്നസ് മേഖലയാണ്. ഫോർ എക്സാമ്പിൾ നിപുൻ, ഗോകുൽ, ബീഗൻ, അങ്ങനെ കുറേ ആൾക്കാർ സെലിബ്രിറ്റീസിനെ അതുപോലെ തന്നെ കുറേ ഓൺലൈൻ ക്ലയൻസിനെ ട്രെയിൻ ചെയ്തിട്ടാണ് ഇത്രയും ഫെയിമും അതുപോലെ തന്നെ അവരെ തന്നെ മാർക്കറ്റ് ചെയ്ത് അവർക്ക് നോക്കുകയാണെങ്കിൽ മാസം ഒരു 3 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം വരെ അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഈ ഫീൽഡിൽ നല്ല താല്പര്യമുണ്ട്, ജിമ്മിൽ പോകാൻ താല്പര്യമുണ്ട്, നിങ്ങളതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഫീൽഡിൽ നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് വളരാൻ സാധിക്കും. ഇപ്പോൾ സാലറീൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഫ്രഷർ ആണെങ്കിൽ നമുക്കൊരു 15K to 30K വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സെലിബ്രിറ്റി ട്രെയിനർ ആണെങ്കിൽ അറൗണ്ട് 3 lakh to 5 lakh വരെ നിങ്ങൾക്ക് മന്ത്ലി ഏൺ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് എടുത്തു, അതുപോലെ തന്നെ നിങ്ങൾ പുറത്തോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റിയാണ് വരാൻ പോകുന്നത്. അറൗണ്ട് ഇയർലി നമുക്ക് 25 to 50 lakh വരെ നമുക്ക് ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ദുബായ്, UAE അവിടെയൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു
ജിം ട്രെയിനർ ആവണം അല്ലെങ്കിൽ ഒരു സർട്ടിഫൈഡ് ട്രെയിനർ ആവണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്തായാലും ഒരു സർട്ടിഫിക്കറ്റ് എന്തായാലും നിങ്ങൾ എടുത്തിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സോ നമ്മുടെ എൻട്രിയിൽ ഇപ്പോൾ നമ്മൾ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ ഏത് സർട്ടിഫിക്കറ്റ് എടുത്താലാണ് നമുക്ക് പ്രോപ്പറായിട്ട് ട്രെയിനർ ആവാൻ പറ്റുക എന്നുള്ള ചോദ്യം കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. സോ അതിനുള്ളൊരു ഉത്തരമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.